വെച്ചാൽ എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാൾ നല്ലതല്ലേ. ഒറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപ്പുമുളകും നടക്കുന്നുണ്ട്. ഓക്കെ. ബിജു സോപാനത്തിന്റെ പേരിലും SP ശ്രീകുമാറിന്റെ പേരിലും കുറച്ച് നാൾക്ക് മുന്നേ ഒരു പീഡന പരാതി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രസ്സ് മാറുന്ന സമയത്തെങ്ങാണ്ട് വീഡിയോ എടുത്തു എന്നൊക്കെ ഉള്ളൊരു പരാതിയാണോ, പിന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് ശ്രമിച്ചു, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളായിരുന്നു. നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങൾ, ഞാൻ പറയാതെ തന്നെ. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഇതുവരെ ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ അതിന്റെ ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ശ്രീകുമാർ ആയാലും ശരി തന്നെ കമാന്ന് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാര്യം എന്തെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ മീഡിയയുടെ മുന്നിൽ നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എവിടെങ്കിലും ചെന്നിരുന്ന് ഒളിച്ചും പാത്തിരുന്നിട്ടൊന്നും യാതൊരു പറയാനോ ഇല്ല. കാര്യം ഇപ്പൊ ഈ അടുത്ത് കുറെ കേസ് നമുക്കറിയാം. എമ കമ്മിറ്റി പോലെയുള്ള വിഷയങ്ങളിൽ പല കേസുകൾ വന്നപ്പോഴും പല നടന്മാർ പ്രതികരിച്ചില്ല. പക്ഷെ പ്രതികരിച്ച ഒരു നടനുണ്ടായിരുന്നു, നിവിൻ പോളി എന്ന് പറയുന്നത്. നിവിൻ പോളി വളരെ ഓപ്പൺ ആയിട്ട് വന്ന കാര്യങ്ങൾ അപ്പം തന്നെ മീഡിയക്കാരെ വിളിച്ചിട്ട് പുള്ളിയുടെ ഭാഗത്ത് കാര്യം പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്ത് വിട്ടു. നിലവിൽ ഉപ്പുമുളകം എന്ന് പറയുന്ന ആ ഒരു സീരിയലിനകത്ത് ഇവരെയൊന്നും കാണുന്നില്ല. ഈ പറയുന്ന നീലു ആയാലും ബാലു ആയാലും ഇവരെയൊന്നും കാണുന്നില്ല. അത് വേറെ വേറെ ആൾക്കാരൊക്കെയാണെന്നാണ് പറയണത്. ആ പരിപാടി സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എനിവേ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇപ്പം സംസാരിക്കാനുള്ളത് നിഷ സാരംഗിന്റെ കുറെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും പിന്നെ ഇട്ടേക്കുന്ന കുറച്ച് പോസ്റ്റും പിന്നെ പുള്ളിക്കാരത്തിയുടെ ഇന്നലെ ഒരു ചെറിയൊരു മീഡിയയ്ക്ക് ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടുമാണ്. എന്തായാലും ഇന്ന് നിഷ സാരംഗ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് വായിക്കാം. സത്യസന്ധമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നും പലരും വഴിമാറിപ്പോയേക്കാം. കാരണം മനോഹരമായ കള്ളങ്ങളെയാണ് പലരും ഇഷ്ടപ്പെടുന്നത്. ശുഭദിനം. ഇതായിരുന്നു ആ ഒരു പോസ്റ്റ്. ഈ ഒരു പോസ്റ്റ് മാത്രമല്ല, പുള്ളിക്കാരത്തി ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഇൻഡയറക്ട്ലി എന്തോ പറയുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞോ. ഇങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ വരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ പറയുവാണ്. കാര്യം നിങ്ങളുടെ കുറേ പോസ്റ്റിനകത്തൊക്കെ ആൾക്കാരെ ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിനകത്ത് കമൻസ് തന്നെ എടുത്ത് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കമൻസ് കാണുന്നുണ്ടായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും ഇത് ഇന്നിട്ടൊരു പോസ്റ്റാണ്. ഇനി 11th ജാനുവരിയിൽ പുള്ളിക്കാരി ഇട്ടൊരു പോസ്റ്റ് ഞാൻ വായിക്കാം. സ്നേഹം കൊണ്ടുള്ള മുറിവ് മായാതെ കിടക്കും മരണം വരെ. ഓക്കെ, അപ്പോൾ എന്തോ സംതിങ് പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. അത് ഡിസ്ക്ലോസ് ചെയ്യുകയോ വേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആയിരിക്കാം. പക്ഷേ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കുക. അല്ലാതെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോ സ്റ്റോറീസും കാര്യങ്ങളും ഇടുമ്പം പല ആൾക്കാർക്കും പലതും സംശയം തോന്നും. ഇപ്പൊ ഇവിടെ നിലവിൽ ആൾക്കാരുടെ സംശയം എന്ന് പറയുന്നത് ഈ പറയുന്ന ബിജു സോപാനത്തിനെതിരെ കേസ് കൊടുത്തത് നിഷ സാരംഗ് തന്നെയാണെന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ സംസാരം. എന്തായാലും അതിനകത്ത് വ്യക്തതയില്ല. എന്തായാലും ഇതിനകത്ത് വന്ന രണ്ടൊന്ന് കമന്റ്സ് ഞാൻ ഇവിടെ വായിച്ചു തരാം. 9-10 വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. ഇത്രയും നാളില്ലാത്ത പ്രശ്നം എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ അയാൾക്ക് നേരത്തെ ആയിക്കൂടായിരുന്നു. എന്നിട്ടും ഓരോന്നോരോന്നായിട്ട് വരുക. എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങളാണ് ബിജു ചേട്ടൻ്റെ പേരിൽ കേസ് കൊടുത്തത് എന്ന്. ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്ന് ഒരാൾ ആണ് ബിജു ചേട്ടൻ. അത് നിങ്ങൾ മറക്കണ്ട. എന്നിട്ട് അയാളുടെ പേരിൽ കള്ളക്കേസ് ആയിട്ട് വന്നേക്കുന്നു. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ലെന്നാണ് വിചാരം. ഇതേപോലത്തെ സെയിം കമൻസ് ആണ് ഈ പറയുന്ന നിഷ സാരംഗിന്റെ പോസ്റ്റിന്റെ താഴെ ഫുള്ള്. എന്തിനാ നിങ്ങൾ വളഞ്ഞിട്ട് മൂക്ക് പിടിക്കുന്നത്? പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ. കഷ്ടം തന്നെ. വളരെ ജെന്യുവനായിട്ടൊരു കമൻ്റാണത്. കാര്യം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറയാതെ ഇരിക്കും തോറും അത് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളെയൊക്കെ അന്ധമായി സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പം അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ ഒരു വിഷയം. അത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ ഇടുമ്പം, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾ, അത് എന്തുമാത്രം നിങ്ങളെ തന്നെ അത് ബാധിക്കുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അത്രയും എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല, പക്ഷേ അതങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഓരോ പോസ്റ്റുകളും കാര്യങ്ങളും കാണുമ്പോൾ. ഇനി ഈ പറയുന്ന നിഷ സാരംഗിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കണ്ടു നോക്കാം. ഇന്നലെ ഏതൊരു മൂവിയുടെ ഭാഗമായിട്ട് അങ്ങാണ്ട് പുള്ളിക്കാരത്തി തിയേറ്ററിലെങ്ങാണ്ട് വന്ന സമയത്താണെന്ന് തോന്നുന്നു. അന്നേരം എടുത്തൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. പുതിയ വിശേഷമൊന്നുമില്ല. ഇങ്ങനെ തന്നെ പോകണം. ഉപ്പുമുളകും നടക്കുന്നുണ്ട്. ഓക്കെ. സിനിമ വളരെ വളരെ നല്ല, വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു പടമാണ്. എന്താ പറയുക, സ്ത്രീകൾക്ക് ഒരിക്കലും ഇത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മ എന്നുള്ളൊരു വികാരത്തെ
സ്ത്രീ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ടിരിക്കണം, കണ്ടില്ലേ നഷ്ടമാണ്. നല്ല സബ്ജക്റ്റ് വളരെ അപൂർവം വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർ വേണം അങ്ങനെയുള്ള മൂവി വിജയിപ്പിച്ച് കൊടുക്കാൻ. എല്ലാവരും കാണും, നല്ലൊരു പടമാണ്. ജാഫർക്ക് കുറേയായിട്ട് ഇപ്പോൾ ലീഡ് റോളിലേക്ക് വരുന്നുണ്ടല്ലേ, കുറേ സിനിമകൾ ചെയ്തിട്ടില്ലേ? ജാഫർക്ക് ഒരു രക്ഷയില്ല, വളരെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നായകൻ എന്നുള്ള രീതിയിൽ കുറേ സിനിമ. അതെ അതെ അതെ. പുള്ളിക്കാരത്തിയുടെ പുതിയൊരു പടം കണ്ടാന്ന് തോന്നുന്നു. നിലവിൽ ഉപ്പുമുളകും എന്ന് പറയുന്ന ഒരു പരിപാടിക്കകത്ത് ഈ പറയുന്ന നീലു എന്ന് പറയുന്ന വ്യക്തിയില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ റീസൺ ചോദിക്കുമ്പോഴും പുള്ളിക്കാരത്തെ അതിനകത്ത് ഒരു ക്ലാരിറ്റി തരുന്നില്ല. ഉപ്പുമുളകും നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയണത്. എന്താണ് അതിനകത്തോട്ട് തിരിച്ചു പോകാത്തതെന്ന് ഉള്ളതിന് മറുപടി ഇല്ല. എന്ത് വിശേഷം? ജീവിതത്തിലേക്ക് കടന്ന് ഇങ്ങനെ പുതിയതല്ലല്ലോ, ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ, അതിന് പുതുമയൊന്നും ഇല്ലല്ലോ. മക്കൾക്ക് വേണ്ടി ജീവിച്ചു അത് ഇന്റർവ്യൂവിൽ ആ കുട്ടി ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അവർ ചോദിച്ചത് കല്യാണത്തെ പറ്റിയിട്ടാണ്. കാര്യം ഈ അടുത്ത് വീണയായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പുള്ളിക്കാരത്തി ഈ ഒരു വിഷയം പറയുന്നുണ്ടായിരുന്നു. അതായത് ഇനി ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കൂട്ട് വേണമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനെ പറ്റിയിട്ടാണ് എടുത്ത് പറയണത്. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാണുമ്പം ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയണത് തലയിൽ സിന്ദൂരം ഇട്ടിട്ടുണ്ട്, അതായത് ഈ പറയുന്ന വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആൾക്കാരെല്ലാവരും പറയണത്. എന്തായാലും ബാക്കിയൂടെ കാണാം. അത് നല്ല കാര്യമല്ലേ, അപ്പോൾ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ ആളുകളുടെയും സപ്പോർട്ടുണ്ട് ചേച്ചി, അതാണ്. അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം വെച്ചാൽ എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാൾ നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു, തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ മക്കളെ, എന്നാൽ ശരി. ഓക്കെ ശരി. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. എന്തായാലും പുള്ളിക്കാരുടെ ഫേസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തോ സംതിങ് ആൾക്കാരുടെ ഇടയിൽ കൺവേ ചെയ്യാനുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പേഴ്സണലി പറഞ്ഞു തീർക്കുക എന്നായിരിക്കും ഏറ്റവും നല്ലത്. കഴിവത് മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം നിസ്സാരപ്പെട്ട സംഭവമല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. കാര്യം കുറേ വായി നോക്കിയുള്ള നേരം വളർത്തി കഴിഞ്ഞാൽ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരുടെ നെഞ്ചത്ത് കയറണം, ആരെ ചീത്ത വിളിക്കണം, അങ്ങനെ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ വേറെ കുറേ മാനസിക രോഗികൾ വേറൊരു സൈഡിലും, അതായത് അന്ധമായ കുറേ ആൾക്കാരെ തല ചുമന്നുകൊണ്ട് കിടക്കുന്നത് കുറച്ച് ആൾക്കാർ. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങളുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടുവന്നിടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഈ ബിജു സോപാനത്തിൻ്റെ അടുത്തും SP ശ്രീകുമാറിൻ്റെ അടുത്തും പറയുന്നത് അവർ കാര്യം ബിജു സോപാനത്തെ പറ്റിയിട്ട് ഒരു അപ്ഡേറ്റും ഇല്ല. ഈ പറയുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അതിനകത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോസ് എങ്കിലും വരുന്ന കാണാം. മറ്റേ പുള്ളിക്കാരനെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. അപ്പം എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസോ കാര്യങ്ങളുണ്ട് പറഞ്ഞു തീർക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ പ്രശ്നമാണെങ്കിൽ മാത്രം മീഡിയയുടെ മുന്നിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.